കണ്ണൂരിലൊക്കെ എങ്ങനെയാണ് ബൾക്കായി ആളുകളെ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ? വോട്ട് ചെയ്യാതെ മടിച്ചിരിക്കുന്നവരെ വരൂ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? അതോ കൃത്യമായി പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ പോൾ ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. കണ്ണൂരിൽ ഇത്തവണ പോളിംഗ് ശതമാനം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. മുന്നിലാണ് കണ്ണൂർ. ഇനിയും മുന്നേറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. വീണ്ടും അർജുൻ കല്യാട്, ഇപ്പോൾ നാറാത്താണ് നിൽക്കുന്നതെന്ന് കേൾക്കുന്നു. എന്താണ് അവിടുത്തെ നിലവിലെ കാഴ്ചകൾ? സുജിയ, കണ്ണൂർ നാറാത്താണ് നമ്മളുള്ളത്. പ്രചരണത്തെക്കാൾ ആവേശം, പ്രചരണത്തിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ ഈ വോട്ടെടുപ്പ് ദിവസവും നമുക്ക് കാണാം. വഴിനീളെ ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ ഇപ്പുറത്ത് ഓരോ പാർട്ടിയുടെയും പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമമാണ് ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ പാർട്ടിയേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുന്നണികളാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരാണ് ഓരോ പാർട്ടിയുടെയും കരുത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കെ സുധാകരൻ്റെ, അതായത് കെ സുധാകരൻ്റെ അനുയായികളായിട്ടുള്ള അവരുടെ ഒപ്പമാണുള്ളത്. അതായത് ഇവരാണ് ഓരോ വോട്ടുകൾ, എത്ര വോട്ടുകൾ ഇവിടത്തേക്ക് എത്തി, ഇനി ആരൊക്കെ വരാനുണ്ട് തുടങ്ങിയ കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകളെല്ലാം തയ്യാറാക്കി നിൽക്കുന്ന പ്രധാനപ്പെട്ട സംഘം. നമുക്ക് ചോദിക്കാം, ചേട്ടാ, സുധാകരന് വേണ്ടിയിട്ടുള്ള വോട്ടുകളൊക്കെ എല്ലാം പോൾ ചെയ്ത് കഴിഞ്ഞു? 75% വോട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 25% ഇവിടെ വരണത്രേ. അതിൽ കുറേ ആൾ പ്രവാസികളുണ്ട്, കുറേ ആൾ വോട്ട് ഈ നാട്ടിലില്ലാത്ത ആള്. അങ്ങനെ പ്രായമായവരൊക്കെ സാധാരണ പോളിംഗ് ശതമാനം കൂടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുന്നണികളാണ്. അതായത് നിങ്ങളെപ്പോലെ പാർട്ടി പ്രവർത്തകർ അവർ രാവിലെ തന്നെ ആ ഓപ്പൺ വോട്ടുകളെല്ലാം ചെയ്തു. വയ്യാത്ത ആളെല്ലാം പോളിംഗ് ആദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. വിജയിക്കും. കെ സുധാകരൻ 100% വിജയിച്ചിരിക്കും. ആവേശം കാണുമ്പോഴേ ഭയങ്കര ആവേശമാണ്. രണ്ട് മുന്നണികളും രണ്ട് മുന്നണികൾ മാത്രമല്ല, BJP കുറച്ചുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ആവേശം കാണാം. എന്താ ഇപ്പൊ നല്ല ജയിക്കും. എന്തായാലും ആവേശം, നല്ല ആവേശത്തിലാണ്. 1,25,000 വോട്ടിന് വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. അതായത് പാർട്ടി പ്രവർത്തകന്മാർ പറയുന്നത് 1,25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ജയിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഒരു 50 മീറ്റർ നടന്ന്, 50 മീറ്റർ ഇല്ല, ഒരു 10 മീറ്റർ നടന്നാൽ തന്നെ LDFിൻ്റെ ബൂത്ത് ഇവിടെ സജ്ജമാണ്. MB ജയരാജന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവസാനഘട്ട കണക്കുകൾ കൂട്ടി അവസാന വോട്ടറെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള MB ജയരാജൻ്റെ ടീമാണിത്. എത്ര വോട്ടിന് എത്താൻ? ഇനിയൊരു 10-70 വോട്ട് എത്താനല്ലോ നമ്മളതായിട്ടില്ല. ബാക്കി എല്ലാ വോട്ടുകളും എത്തിയിട്ടുണ്ട്. നല്ല ഇക്കുറി കണ്ണൂര് MB ജയരാജൻ ജയിക്കുന്നുള്ള ആത്മവിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇതുവരെ എത്ര പേരാ വോട്ട് ചെയ്തു അർജുൻ? എന്താ 100% ജയിക്കും. ഏകദേശം ഒരു 10-60. മൊത്തത്തിൽ ഇപ്പോൾ അവസാനം വന്ന ഈ പോളിംഗ് ബൂത്തിലെ കണക്ക് പ്രകാരം എത്ര വോട്ടർമാരാണ് നമുക്ക് മൊത്തം ഉള്ളത്? എത്ര വോട്ട് മൊത്തം ചെയ്തിട്ടുണ്ട്? എത്ര കയ്യിൽ കൂടുതൽ കാണാം? പോളിംഗ് ഉദ്യോഗസ്ഥർക്കാൾ വലിയ ജാഗ്രതയാണ് ഇവർക്കുണ്ടാവുക. മൊത്തം നമുക്ക് 1267 വോട്ടായില്ലേ, ഏകദേശം 70% പോൾ ചെയ്തിട്ടുണ്ട്. 70% ഈ ബൂത്ത്, അതായത് നാറാത്ത് അഴീക്കോട് നിയോജക മണ്ഡലത്തിലാണ്. അവിടെ 70% നാറാത്തിലെ 67-ാം നമ്പർ ബൂത്ത്, 65-ാം നമ്പർ ബൂത്തിൽ 70% വോട്ടും പോൾ ചെയ്തു എന്നാണ് പറയുന്നത്. പാർട്ടി പ്രവർത്തകരുടെ ആവേശം നോക്കി, എത്ര ദൂരം, ഒരു 100-150 മീറ്ററോളം ഉഷാറാണ്. ഞാൻ അവിടെ അഴീക്കോട് പോയപ്പോൾ കണ്ടിരുന്നു അർജുൻ. അതായത് കൃത്യമായി അന്ന് അഴീക്കോട് നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത് ഇത്തവണ ഞങ്ങൾ ജയരാജേട്ടനെ ജയിപ്പിക്കും, അതിനുവേണ്ടി ഓരോ ബൂത്തിലും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അവസാനത്തെ വോട്ടും എത്തിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ കറക്റ്റ് കണക്ക് പറയുന്നത്. 70 വോട്ട്. സുജയ, അതുമാത്രമല്ല, ജയരാജേട്ടനെ മാത്രം ജയിപ്പിക്കുന്നു മാത്രം പറഞ്ഞാൽ പോരാ, അപ്പുറത്ത് കെ സുധാകരൻ ജയിപ്പിക്കാനും ആൾക്കാരുണ്ട്. പക്ഷേ എന്തായാലും മത്സരം കട്ടക്കാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം വലിയ ആവേശം, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം ഈ പാർട്ടി പ്രവർത്തകരാണ് ഓരോ മുന്നണിയുടെയും എന്താ പറയുക, ജീവനാടി എന്ന് പറയുന്നത്. ഇവരെങ്കിൽ പാർട്ടി പ്രവർത്തകർ കിട്ടേണ്ട വോട്ട് കിട്ടില്ല. അർജുൻ, രണ്ട് പാർട്ടിയെ കണ്ടു, മൂന്നാമതൊരു പാർട്ടി മത്സരിക്കുന്നുണ്ട്. അത് കെ സുധാകരന്റെ വിശ്വസ്തനാണ്, BJPക്കൊപ്പമാണ്. അദ്ദേഹത്തിന് അവിടെ ബൂത്തൊന്നുമില്ലേ, സംവിധാനമൊന്നുമില്ലേ? തീർച്ചയായിട്ടും ബൂത്തുണ്ട്, പക്ഷേ ഇച്ചിരി അകലെയാണ്. കാരണം ഇവരോടൊപ്പം ഓടിയെത്താൻ വേണ്ടി ആ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേർക്ക് ഏകദേശം 45% വോട്ടുകളുണ്ട്. ഈ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ അത്രത്തോളം ഓടിയെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം പ്രവർത്തകർ അവർക്കില്ല. ഒരു ഇച്ചിരി ദൂരം കൂടി, ഒരു 100-150 മീറ്റർ കൂടി നടക്കാനുള്ളൊരു സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കൂടി ദൃശ്യത്തിൽ കാണിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവർ രണ്ടുപേരും അടുത്തടുത്തായതുകൊണ്ട് മാത്രം അവരെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരും സജീവമാണ്. അവരുടെ വോട്ടുകൾ, BJPയുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തകരും എണ്ണത്തിൽ കുറവാണെങ്കിലും വളരെ ഉഷാറായി അവരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ കാഴ്ച. പ്രധാനമായി രണ്ട് മുന്നണികളാണല്ലോ കണ്ണൂർ മത്സരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക? വോട്ട് ചെയ്യാൻ പോകണോ? അതെ
ഇതാ നോക്ക്, ഓരോ ആൾക്കാർ ഇങ്ങനെ എത്തിക്കുകയാണ്. പാർട്ടി മുന്നണികളും ആൾക്കാർ, ഈ മുന്നണി പ്രവർത്തകരായിട്ടുള്ളവർ ഇങ്ങനെ ആൾക്കാർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂട്ടുന്നതിൽ ഏറ്റവും സഹായിക്കുന്നത് ഈ പാർട്ടികളും മുന്നണികളും തന്നെയാണ്, ഇതിൻ്റെ പ്രവർത്തകന്മാരാണ്. ഇവർ ഓരോ വോട്ടുകൾ കൃത്യമായി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കണക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. അതായത് ഓരോ പാർട്ടിയുടെയും ഈ വോട്ടിൻ്റെ കണക്കുകൾ ഇത് എടുക്കുന്നുണ്ട്, രഹസ്യരേഖയൊന്നും. അതായത് ഇവരുടെ പാർട്ടിയുടെ ഷുവർ ആയിട്ടുള്ള വോട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇതിൻ്റെ നമ്പറുകൾ എഴുതി വെക്കും. അപ്പോൾ ഓരോ വോട്ട് പോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഒരു റൗണ്ട് അടക്കും, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യും. അങ്ങനെ അവസാന ഘട്ടത്തിൽ ഏതൊക്കെ ഇതിലാണ് മാർക്ക് ചെയ്യാത്തുള്ളത് അവരാരാണ് എന്ന് പരിശോധിക്കും. അവരെ 6 മണിക്ക് മുമ്പായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം. അതന്നെയല്ലേ ഞാൻ പറയാം, വളരെ കറക്റ്റാണ്. ഇതൊന്നും അത്ര അങ്ങനെ പെട്ടെന്നൊന്നും തെറ്റിപ്പോകുന്ന കാര്യമല്ല. എന്തായാലും ഏകദേശം 70% ആൾക്കാർ വന്നു, LDFിൻ്റെ വോട്ടർമാർ വന്നു. അപ്പുറത്ത് 80% ആയി എന്നാ പറയുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ അവസാന നിമിഷമാകുമ്പോൾ എല്ലാവരെയും ബൂത്തിലെത്തിക്കും. അതായത് മത്സരം ഇവർ തമ്മിലും കൂടി മത്സരം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കെ സുധാകരൻ എം പി ചേരാനും മാത്രമല്ല, അതായത് അർജുൻ കല്യാട് തമ്മിലും ഈ വോട്ടർമാർ മത്സരമുണ്ട്. അർജുൻ കല്യാടെ കേക്ക്, അതായത് കുടമാറ്റത്തിൽ ഈ തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ മത്സരിക്കുന്ന പോലെയാണ് കണ്ണൂരിൽ 2 കൂട്ടര് വരുന്ന പ്രത്യേകം. എല്ലാ ബൂത്തിന് മുന്നിൽ പോയാലും ഇതായിരിക്കും കാഴ്ച. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കണ്ണൂരിലായിരിക്കും. ഇരു കൂട്ടര് വരുന്നിട്ട് മുഴുവൻ ആളുകളെയും എത്തിക്കുക, മുഴുവൻ വോട്ടും പോൾ ചെയ്യിക്കുക, അതിനുശേഷം ജയത്തിലേക്ക് എത്തുക. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. രണ്ടുപേരും കരുത്തരായ സ്ഥാനാർത്ഥികളുമാണ്. അപ്പോൾ നമുക്ക് കണ്ണൂരിലെ കാഴ്ചകളിലേക്ക് വരാം. അർജുൻ കല്യാട്, നമുക്ക് കൂടുതൽ വോട്ടർമാർ എത്തട്ടെ, കൂടുതൽ വോട്ട് ഉഷാറാവട്ടെ. ഒരു മിനിറ്റ്. അതായത് കുടമാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ കാര്യം കൂടി കാണിക്കാം. ഇവിടെ ഒരു തരത്തിൽ ഒരു ചിരിക്കുന്ന ഒരു പോസ്റ്റർ, നേരെ അപ്പുറത്ത് സുധാകരൻ്റെ മറ്റൊരു ചിരിക്കുന്ന പോസ്റ്റർ, ഇവിടെ MP ജയരാജൻ്റെ നിവർന്നിട്ടുള്ള പോസ്റ്റർ, മറുവശത്ത് സുധാകരൻ്റെ നടക്കുന്ന പോസ്റ്റർ. അങ്ങനെ കുടമാറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും നിരത്തി കണ്ണൂരിലെ മത്സരം സജീവമാണ്. ഇവിടെ കുടമാറ്റത്തെ പോലെ അവസാനം ഫലം പറയാതെ നിർത്തുന്ന ഒരു പരിപാടിയില്ല. ഇതിലെന്തായാലും ഫലം പറയും, വിധി പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിധി പ്രസ്താവനയെ കാത്തിരിക്കാം. കണ്ണൂരിൽ കാര്യങ്ങൾ ഉഷാറാണ്.